ഹലോ, നമ്മുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടിൻ്റെ അമ്മുമ്മയാണ് പ്രാങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അമ്മുമ്മയ്ക്ക് പഞ്ചായത്തിൽ നിന്നും ഒരു കക്കൂസ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ കക്കൂസിൻ്റെ വെരിഫിക്കേഷന് വേണ്ടി നമ്മൾ പോയി പറ്റിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പയ്യെന്നില്ലാത്തത് പുറത്തായതുകൊണ്ടാണ് എൻ്റെ ഫ്രണ്ട് ഇവിടെ ഇല്ലാത്തത്. അപ്പോൾ നിങ്ങൾ സ്വാഭാവികം ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് അമ്മുമ്മയാണോ പ്രാങ്ക് ചെയ്യുന്നത്, അത് ശരിയാണോ എന്ന് ചോദിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേക ഒരു കാര്യം പറഞ്ഞുതരാം. ഈ അമ്മുമ്മ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരു അമ്മയാണ്. അതുകൊണ്ട് തന്നെ ഫണ്ണിനെ ഫണ്ണായിട്ട് എടുക്കുകയും സീരിയസ് ആവേണ്ട അടുത്ത് സീരിയസ് ആവുകയും ചെയ്യുന്ന ഒരു അമ്മയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം ഫണ്ണാണെന്ന് പറയുമ്പോൾ അമ്മുമ്മ അതേ രീതി തന്നെ പ്രതികരിക്കുമെന്ന് വിശ്വസിക്കുന്നത്. ഇപ്പോഴത്തെ ആൺകുട്ടികളും പെൺകുട്ടികളും ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത് അതിനേക്കാളും വലിയ രീതി, അതായത് ഭയങ്കരമായ ഓപ്പൺ ചിന്താഗതിയുള്ള അമ്മയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ അമ്മയെ യാതൊരുവിധ ഭയമില്ലാതെ ചൂസ് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് അമ്മോ. അയ്യോ, ഇത് തേച്ചിട്ടില്ലല്ലോ. എന്തേ ഒരു പൈസക്കൊന്നും നടത്തിയില്ല. ഇത്രയും ഇട്ടത് എന്നെ 10-50,000 രൂപ. അയ്യോ, ഇത് ചെറിയൊരു കോഴിക്കോട് പോലെ ആയിപ്പോലോ അമ്മ. അമ്മയുടെ പേരെന്താ പറഞ്ഞേ? ശ്യാമള. അഡ്രസ് ഒന്ന് പറയൂ. വയലരികത്ത് പി ശ്യാമള എന്നാണ്. പി ശ്യാമള അല്ലേ? ഓ, അപ്പോൾ ഇത് ഒന്നുകിൽ അമ്മ ഇത് ഒന്നുകിൽ ഇത്രയും പൊളിച്ചിട്ട് കുറച്ചും കൂടി ഒന്ന് വലുതായിട്ട് ചെയ്യണം. അമ്മ ഇനിയിപ്പോൾ അങ്ങനെ ഓപ്ഷൻ ഉള്ളൂ അമ്മ. ഇവിടെ ഇത്രയും, അതായത് നമ്മൾ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ കിട്ടിയിട്ടില്ല എങ്കിൽ നമുക്ക് പൈസ നൽകാൻ പറ്റുള്ളൂ. ഇല്ല എങ്കിൽ നമുക്കിതൊന്നും ഒരു പൈസ തരാം. ഇതിൽ കൂടി പോയി എത്ര രൂപ ചിലവായി? അതിന് 10-50 ഇത്രയും എടുത്തത് 4 ദിവസം 2 ദിവസം ഒരാളിന് 1200 രൂപയാണ്. 2 ദിവസം 4 ആള് ഈ 2 ആള് വെച്ച് വൈറ്ററിൻ്റെ ഇതേ. പിന്നെ ഇതിനാണെങ്കിലും എൻ്റെ പൊന്നപ്പോൾ ഇതൊക്കെ കൂടി ഇതാ വണ്ടിയിൽ കുറച്ചിട്ട് പോരാ. അത് ആ കല്ലും സിമെന്റ് അതെ പാറ ഇതും കല്ലും അതാ. അമ്മ ഇത് സ്ക്വയർ ഫീറ്റ് കണക്കനുസരിച്ച് കൂടി പോയാ എത്ര എമൗണ്ട് വരുന്നത്? 15 അല്ലേ മാക്സിമം പോയാ? 10 to 10,000 രൂപ മുതൽ 15 രൂപ കിട്ടണം അമ്മ. ഇതിന് അത്രയോ കൂടുതൽ, കാരണം നമ്മൾ ഉദ്ദേശിച്ച സ്ക്വയർ ഫീറ്റ് വന്നിട്ടില്ല. കുറച്ചും കൂടി ഇതൊരു ചെറിയൊരു കോഴിക്കോട് ചെറിയൊരു കക്കൂസാണ്. നമ്മൾ ഉദ്ദേശിച്ച അത്രയും വന്നിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഓഫീസിലെ നമ്മൾ വിഒ വിളിച്ച് സംസാരിച്ചാൽ പറഞ്ഞു വെച്ചാൽ എങ്കിൽ ക്യാൻസൽ ചെയ്യാനാണ് പറഞ്ഞത്. അല്ല എങ്കിൽ ചോദിക്കുക, പൊളിച്ച് പണിയാൻ പറ്റുമെന്ന് ചോദിക്കാൻ പറഞ്ഞു. അമ്മക്ക് ഇത് എത്ര രൂപ ചിലവായി? ഇതെല്ലാം കൂടി 50 വരെ ആയി. അപ്പൊ നിലവിൽ നമ്മളെന്താ ചെയ്യട്ടെ അമ്മ? ഇല്ല, ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ അവിടെ പഞ്ചായത്തിലെ വിഒ പറഞ്ഞു വെച്ചാൽ തൽക്കാലത്തേക്ക് ക്യാൻസൽ ചെയ്യാനാ പറഞ്ഞേ. ഞാൻ വരട്ടെ അങ്ങോട്ട്. വന്നാലും ഉപയോഗമില്ല അമ്മ. ബസ് വണ്ടിക്കൂലികളുടെ പൈസ പോകുന്നല്ലാണ്ട് വേറെ ഉപയോഗമൊന്നുമില്ല അമ്മ. നമുക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായോ അമ്മ? അതായത് ഇവിടെ തേച്ചിട്ടില്ല അമ്മ. അത് നമുക്ക് അല്ലെങ്കിൽ ഇപ്പോൾ തേക്കാതെ നന്നായി, അല്ലെങ്കിൽ ഇവിടെ പൊളിക്കുമ്പോൾ ആ തേച്ചതും കൂടി വേസ്റ്റ് ആയി പോയാനെ. ഇതിപ്പോൾ എന്തായാലും പൊളിക്കണം, ഇത്രയും പൊളിച്ച് മാറ്റണം. ഇവിടെ ഒന്ന് പൊളിച്ച് മാറ്റിയിട്ട് ഇതുവരെ പറഞ്ഞു ഇത് വന്ന് ഇങ്ങനെ കെട്ടണം, എങ്കിലേ നടക്കുള്ളൂ. ഇല്ല, ഇതിപ്പോ പൊളിച്ച് മാറ്റായിരുന്ന ഒരു പൈസയും കിട്ടൂല. ഒരു പൈസയും കൊടുക്കണ്ട എന്നാണ് പഞ്ചായത്തിന്റെ തീരുമാനം. ഇത്രയും ഞാൻ കെട്ടി ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഇതെല്ലാം ഇത്രയും മാറ്റി ഇത് ഇത്രയും വച്ചതിന് തന്നെ പൈസ. അതിൻ്റെ പൈസയെങ്കിലും എനിക്ക് കിട്ടിയെങ്കിലും മതിയായിരുന്നു. ഇത് പൊളിക്കാനും പിന്നെ എന്നെ കൊണ്ട് പറ്റിയില്ല. പഞ്ചായത്ത് നമുക്ക് പറ്റുന്ന മാക്സിമം ചെയ്തതിന് വേറെ വഴിയില്ല. ഇങ്ങോട്ട് വെച്ച് കെട്ടണമെന്നില്ല, ഇതെല്ലാം പൊളിക്കുന്നു. പൊളിക്കാനാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. ഇതാരാണ് ഇത്? പിന്നെ എനിക്കൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇറക്കി തന്നത് പയ്യനാണല്ലോ. ഓക്കെ ഓക്കെ. സാധനങ്ങളൊക്കെ വണ്ടിയില് അവന്റെ ഒരു വണ്ടിയില് അവര് ചെറിയ ആട്ടയിലാണ് കൊണ്ടുവന്ന് ഇറക്കിയത്. ഇതിപ്പോ സഹോദരൻ ഇതിപ്പോ പൊളിച്ചു കെട്ടണമെന്ന് പറയണേ, അല്ലാണ്ട് വേറെ പഞ്ചായത്തിൽ നിന്ന് നേരത്തെ പറയണ്ടേ? അല്ല, നേരത്തെ നമ്മൾ പറഞ്ഞാൽ കണക്കൊക്കെ അതിൽ പക്കേരി കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്മമ്മക്ക് ചോദിക്കാത്തതുകൊണ്ടാണ്. അമ്മമ്മരോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നാണ് പറഞ്ഞത്. എങ്ങനെയൊക്കെയാ? അല്ല, ഇത് ചെറിയ ബാത്റൂം അല്ല, ഇതെങ്ങനെയാ ചെയ്യുന്നത് സഹോദര? ഇത്ര അളവാണ് അവര് പറഞ്ഞത്. ഇത് അമ്മ ഇതെന്ന് വെച്ചാൽ ചെറിയ ഒരു കോഴിക്കോട് പോലെ ഇരിക്കുന്നു, മനസ്സിലായി? അമ്മ പ്രായം വരെയല്ലേ, അപ്പൊ ബാത്റൂം ഉപയോഗിക്കണ്ടേ? ഈ പറഞ്ഞതുപോലെ ഇനിയിപ്പോ കണ്ടതുപോലെ ഇനിയിപ്പം ഭംഗിയെന്നല്ലേ എന്ന് എൻ്റെ ഇത് പൊളിക്കണമെന്ന് പറഞ്ഞപ്പോഴേ ഇപ്പൊ നിലവിൽ എന്തായാലും നമുക്ക് ക്യാൻസൽ ആയിട്ട് ഒരു പൈസ തരാൻ പറ്റില്ല അമ്മ. ഒന്നെങ്കിൽ പൊളിയാ തരാൻ പറ്റുന്നത് തരാൻ പറ്റൂല, അല്ലാണ്ട് വേറെ എന്ത് ചെയ്യാനാ? 50,000 രൂപ വരെ എനിക്കായി. എനിക്ക് കിട്ടുമ്പോൾ ലോണും കൂടി എടുത്താണ് അയൽക്കൂട്ടത്തിലെടുത്താണ് ഞാൻ ഇതെല്ലാം ചെയ്തു വെച്ചത്. ഈ പൈസകൾ ഞങ്ങൾക്ക് കിട്ടിയില്ലേ,
അയ്യോ കിട്ടിയില്ല കക്കൂസിന് കിട്ടിയാൽ ഞാൻ കൊണ്ടുവന്ന് അടയ്ക്കാം എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞത് ഇതിനെ എഴുതി തന്നിട്ട് ന്യായമായിട്ടുള്ളത് ഞാൻ ഒരു വയസ്സായവരാണ് അറിഞ്ഞുകൂടാതെ ചെയ്ത് നമ്മൾ ഉദ്യോഗസ്ഥർ അന്ന് അതാണ്ട് ഇതാരാ അമ്മ ഇത് ചുമ്മാ സംസാരിച്ച് വഷളാക്കുക. ഉണ്ടായിരുന്നു ഇപ്പൊ കാര്യം നമ്മള് മാന്യമായിട്ട് ഒന്നും പറയില്ല. ഞാൻ ചെന്ന് പറയാൻ എനിക്ക് ഒരു ജോലി സഹായിക്കാനാ എനിക്ക് കഷ്ടപ്പെട്ട് ലോൺ എടുത്തതാണ്. സംസാരിക്കാന്ന് വേണ്ട. നമ്മളെ ഉദ്യോഗസ്ഥരാണ്, പഞ്ചായത്തിൽ നിന്ന് ഉദ്യോഗസ്ഥരാണ്, മനസ്സിലായില്ലേ? നമുക്ക് ഓരോ പ്രൊസീജിയർ ഉണ്ട് ചെയ്യുന്നതിന് വേണ്ടി. ഈ പയ്യനെ സംസാരിച്ച് നമ്മൾ ജോലി തടസ്സപ്പെടുന്ന നമുക്ക് പോലീസ് കേസ് കൊടുക്കും. മനസ്സിലായില്ല അമ്മ? പറഞ്ഞു വിളക്ക്. അമ്മ നമ്മളിപ്പോ ഇപ്പൊ നമ്മൾ നോക്കാം, പക്ഷെ ഇതേ രീതിയിൽ സംസാരിച്ചാൽ നമ്മൾ നോക്കും, മാനായിട്ട് നോക്കും. പക്ഷെ ഇതേ രീതി റോങ് സംസാരമാണെങ്കിൽ ഇവനെ ജയിലിലാക്കും ഞാൻ. ഇത്രയും ചെയ്തിട്ട് നിങ്ങൾക്ക് 10-40,000 രൂപ മുടക്കി 50,000 രൂപ വരെ എനിക്കായി പെണ്ണപ്പി. എനിക്ക് ലോണ് കിട്ടിയില്ലേ? പൊളിക്കണമെന്നൊക്കെ പറഞ്ഞു. നീ ഫോൺ കൊടുത്തറ, ഫോൺ കൊടുത്ത ഞാൻ ഒരു കക്കൂസ് വെക്കാൻ പറഞ്ഞു. അല്ല നമ്മൾ സ്റ്റേഷനിൽ വിളിക്കാം. സ്റ്റേഷനിൽ വിളിക്കാം അമ്മ. പിന്നെ നമ്മളെ ജോലി തടസ്സപ്പെടുത്തുന്നതിനാ പൊളിക്കണമെന്ന് പറഞ്ഞത് പൊളിക്കേണ്ടി വരും. പിന്നെ എന്ത് ചെയ്യാനാ? പൊളിക്കണമെന്ന് പറയുന്നെങ്കിൽ അല്ല സ്റ്റേഷനിൽ ആരാണ് സ്റ്റേഷനിൽ വിളിക്കാം? ഷീസാനെ വിളിക്കാം. ഷീസാനെ വിളിക്കാം. ഷീസാനെ വിളിക്കാം ഞാൻ. വിളിക്കണ്ട. ഒരു കാര്യം പറയട്ടോ, ഇതെന്ന് വെച്ചാൽ ഇത്ര ഞാൻ പറഞ്ഞില്ലേ, ബാത്റൂം ചെറുതാണ്, നല്ല ചെറുതാണ്. അതുകൊണ്ട് അമ്മൂമ്മക്ക് ഇനി പൈസ കിട്ടില്ല. പൈസ കിട്ടുമെന്ന് ഇനി ഞാൻ ആരെങ്കിലും വിളിച്ചും കൊണ്ടുവന്ന് ആരെ കിട്ടിയാലും നമ്മൾ ഒപ്പിട്ടാലേ പോവുള്ളൂ. എഴുതി വിടി. ഇനി അല്ല എഴുതി വിടിയെന്ന് വെച്ചാൽ ഇതാരാണോ അമ്മൂമ്മരാ? എന്റെ ചെറുമോനാണോ? മോളെ മോനാണോ? മോളമ്മ പക്ഷെ ഇങ്ങനെ സംസാരിക്കാൻ ശരി, നമ്മളൊരു ഉദ്യോഗസ്ഥരല്ലേ, അപ്പൊ ഒരു മാനായിട്ട് സംസാരിക്കണ്ടേ? കണ്ട കിഴിഞ്ഞ് നമ്മളെ ഒരു ജോലിക്ക് വന്നല്ലേ അമ്മ. ഈ പയ്യൻ എന്താ ഇങ്ങനെ സംസാരിക്കുന്ന അമ്മ? അവൻ ഇറക്കി കൊണ്ടുവന്നൊക്കെ തന്ന അതിന്റെ പൈസകളൊക്കെ ആയപ്പോ പിന്നെ ഇത്രയും പൊളിക്കണമെന്ന് പറഞ്ഞപ്പോ എനിക്ക് തന്നെ അമ്പൂ പൊളിച്ചു മാറ്റാ. ഇനി ഇതുപോലെ അമ്മക്ക് ഇതെല്ലാം പൊളിക്കണ്ടേ? എല്ലാം പൊളിക്കണ്ട അമ്മ. ഈ ഒരു ചുമരും ആ ഒരു ചുമരും ആ ഒരു ചുമരും 3 ചുമരും എല്ലാം പൊളിക്കണ്ടേ? എനിക്ക് കിട്ടുമെങ്കിൽ മതി. അയ്യോ ഇത്തവണ അമ്മൂമ്മക്ക് പൈസ കിട്ടിയില്ല എങ്കിലുള്ള പ്രധാന കാരണം ഈ പയ്യനാണ്. ഈ പയ്യൻ കാരണം അവന്റെ ഇനി എന്തെങ്കിലും സംസാരിച്ച് നമ്മൾ സ്റ്റേഷനിൽ വിളിക്കും. കാര്യമായിട്ട് പറയല്ല അമ്മ. അമ്മ പറഞ്ഞു വിലക്കള, നീ ഷീസാൻ വിളിച്ചാടാ. ഇല്ലല്ല എസ് ഐ നമ്മളെ ജോലിയെ തടസ്സപ്പെടുത്തു പറഞ്ഞ് ഷീസാൻ സ്റ്റേഷൻ വിളിക്കാം. സ്റ്റേഷൻ വിളിച്ചിട്ട് ബാക്കി കാര്യം ചെയ്യാം. ഇവിടെ എന്താ ചെയ്യുന്ന നോക്കട്ടെ. നമ്മളെ ജോലി തടസ്സം. ആ സാർ നമസ്കാരം. ആ സാറേ വിളിച്ചതേ, നമ്മളിവിടെ സ്ഥലത്ത് ഇവിടെ അവിടെ നിൽക്കുക. അപ്പൊ നമ്മളിവിടെ ജസ്റ്റ് ഇത് നോക്കാൻ വന്നതാണ് സാർ. അപ്പൊ ഇവിടെ ഒരു പയ്യൻ വന്ന് സംസാരം ശരിയല്ല. അവൻ നമ്മളെ കയ്യേറ്റം നമ്മൾ അടിക്കാനൊക്കെ ശ്രമിക്കുക സാർ. നമ്മൾ അടിക്കുക, നമ്മളെ തള്ളിയൊക്കെ ചെയ്തു സാർ. എന്നെ തള്ളി, എന്നെയും എന്റെ ഒരു അസിസ്റ്റന്റിനെ ആവശ്യമുള്ള കാര്യം പറയും. എനിക്ക് പൊളിച്ചാ ഒരു ഇല്ല സാർ ഇപ്പൊ വരും. ഇവിടെ അടുത്തുണ്ടോ? ഓ ശരി സാർ, വേഗം പറഞ്ഞേ സാറേ. ഓ അല്ല പോയിട്ടില്ല, മദ്യപിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അയ്യോ അല്ല മദ്യപിച്ചിട്ടുണ്ട് മദ്യപിച്ചിട്ടുണ്ട് പയ്യൻ. അയ്യോ ഇല്ല സാറേ, ഇല്ല അതൊക്കെ ചുമ്മാ. ശരി അല്ല അപ്പൊ സാറ് പോരും. മോനെ കൊണ്ടുപോകും. ജോലി തടസ്സപ്പെടുത്തിയേനെ നമ്മൾ കംപ്ലൈന്റ് കൊടുത്താൽ മോനെ കൊണ്ടുപോകാം അമ്മ. അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോവാൻ പറ അമ്മ. നീ ഇങ്ങോട്ട് വാ. നീ ഇങ്ങോട്ട് വാ. നല്ല കാര്യങ്ങള് നിങ്ങളെല്ലാവരും കൂടി ഇത്രയും കാര്യം പറഞ്ഞിട്ടില്ല. എന്റെ പൈസ അത്രയും ചെയ്യും. അമ്മ ഇങ്ങനെ വിശാഖിന്റെ അനിയനാണോ? പിന്നെ
നീ വാങ്ങും വാ. വിശാഖിന്റെ അനിയൻ നിങ്ങൾ കൂട്ടുകാരൻ പയ്യന്മാർ കൂട്ടുകാരൻ അല്ലേ? അമ്മ ഒന്ന് പറയട്ടെ അമ്മ. എന്നെ അറിയാമോ അമ്മക്ക്? ഞാൻ പഞ്ചായത്തിൽ വെച്ച് കണ്ടു. അമ്മ വാ പറയട്ടെ അമ്മ. അമ്മ വാ അമ്മ വാ ഇങ്ങ് വന്നേ അമ്മ. അമ്മക്ക് തന്നെ അമ്മ വരി അമ്മ വരി. ഇത് നിങ്ങൾ അമ്മ പേടിക്കണ്ട, പഞ്ചായത്ത് പൈസ കിട്ടും. കിട്ടുവാ? ഉറപ്പാരി കിട്ടും. ഓ ഉറപ്പാരി കിട്ടും. പക്ഷെ നമ്മള് പഞ്ചായത്തിൽ ഉദ്യോഗസ്ഥരല്ല. അല്ല പിന്നെന്ന് വെച്ചാ ഉണ്ണിക്കുട്ടൻ കൂട്ടുകാരനാണ്. ഒരു ക്യാമറ ഇരിക്കണ്ട അമ്മ. അയ്യോ കണ്ട് കണ്ട് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അമ്മ ഒരു ചെറുതായിട്ടൊരു അമ്മച്ചി പറ്റിക്കണമെന്ന് പറഞ്ഞായിരുന്നു. പറ്റിപ്പിക്കണമെന്നു. ദൈവമേ എന്നെ പറ്റിപ്പിച്ച എന്താ അമ്മ ഞാൻ ഇവിടെ പണിക്ക് വന്നിട്ടുണ്ട് ഒരു ദിവസം. ഒരു ദിവസം ഇവിടെ പണിക്കും വന്നിട്ടുണ്ട്. മുഖം കണ്ടപ്പോ എനിക്ക് മനസ്സിലായത് അത്തേ അയ്യോ എന്തിനാ പിള്ളേരൊക്കെ എന്റെ ഗ്യാസും കൊടുക്കണ്ട എല്ലാം കൂടി ഇട്ട് എന്നെ കറക്കിയില്ല. പേടിച്ചു പോയി അമ്മ. അയ്യോ സ്റ്റേഷനിൽ വിളിച്ചപ്പോ? പിന്നെ സ്റ്റേഷൻ വിളിച്ചൊന്നുമില്ല. നിങ്ങൾ വിശാഖിനെ അറിയാ, ഉണ്ണിക്കുട്ടനെ അറിയാം. കണ്ട ഇതെല്ലാം പിടിച്ചെടുക്കാണ്. ഞാൻ ഒന്നും പറയില്ല. എല്ലാം ഇല്ല ഞാൻ ഒന്നും നിങ്ങൾ പറയില്ല. അയ്യോ പേടിച്ചു പോയാ? പേടിച്ചൊന്നും പോയില്ല. പിന്നെ പൈസ പേടിച്ചല്ല. പിന്നെ പൊളിക്കുന്നു എന്ന് പറഞ്ഞ അമ്പോ ഞാൻ കക്കൂസിന് നല്ല രീതിയിൽ വെച്ചിട്ട് പൊളിക്കുന്നു എന്ന് അറിഞ്ഞാ പറ്റുമോ? പൊളിക്കൂല്ലേ? പോലീസിന് വിളിക്കാൻ പറഞ്ഞപ്പോ ചെറുകുട്ടിയെ കൊണ്ട് അപ്പോൾ ഞാൻ പേടിച്ചു. അവനെ ഇനിയിപ്പം കൊണ്ടിട്ട് ഇടിക്കുകയോ ചെയ്യില്ല. അമ്പോ എന്റെ ചെറുക്കനെ കൊണ്ടിട്ട് ഇടിക്കില്ലെന്ന് ഞാൻ പേടിച്ചു. അപ്പോഴൊക്കെ ഒരു വെപ്രാളം പോലീസിനാ. അമ്മച്ചി കട്ടക്ക് ഇന്ന് കേട്ടോ അമ്മ. അതാണ്. അപ്പോ ഒരു ടാറ്റ ഓടിക്കാം അമ്മ. എന്നിട്ട് കുരിപ്പ് ചാനൽ പറയാമോ? കുരിപ്പ് ചാനൽ. അയ്യോ ഞാൻ കുരിപ്പ് ചാട്ടനാ? അല്ല കുരിപ്പ് ചാട്ടൻ അല്ല കുരിപ്പ് ചാനൽ. കുരിപ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അയ്യോ അതെനിക്കറിയാം. കുഴപ്പമില്ല മതി. അത് മതി. ചാറ്റ